പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളുടെ പുറകെ എത്ര പോയാലും ഈ ഒരു റെസിപ്പി എനിക്ക് മനസ്സിൽ താറായിട്ട് കിടക്കുന്ന കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് അമ്മ പഠിപ്പിച്ചതാണ്. അമ്മ ഇങ്ങനെയാണ് മാമ്പഴം കറി വയ്ക്കുന്നത്. ഇമ്മിണി പുളിയൊക്കെയുള്ള നാടൻ മാമ്പഴമാണിത് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടിയാണ് കേട്ടോ. ഇത് നല്ലവണ്ണം അരച്ചിട്ട് വെന്ത് വരുന്ന മാമ്പഴത്തിനകത്തോട്ട് ചേർക്കും. ചാറിന് ആവശ്യമായ വെള്ളവും ചേർത്ത് ഉപ്പും നോക്കി കടുക് താളിച്ചിടും. അത്രയായിരുന്നു അമ്മയുടെ പഴുത്ത മാങ്ങ കറി. പിന്നെ ഈ മാമ്പഴത്തിന് ഇമ്മിണി പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ലാസ്റ്റ് 1 സ്പൂൺ ശർക്കരയുടെ പൊടിയും കൂടെ ചേർക്കുന്നതോടെ പഴുത്ത മാങ്ങ കറി റെഡി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ അടുക്കളയിൽ 3-4 വട്ടം ചോറ് വിളമ്പാൻ കയറുമായിരുന്നു. ഇതിന് അരപ്പൊക്കെ അരയ്ക്കാൻ അങ്ങോട്ട് പോകുമ്പോഴേ അമ്മ എന്നെ വിളിക്കും, നീ ഇതൊന്ന് നോക്കി പഠിച്ച് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞു. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ എവിടെങ്കിലും ബാലരമയും വായിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ വിളി വരുന്നത്. ഒന്ന് വിളിച്ച് രണ്ടാമത്തേന് ചെന്നില്ലെങ്കിൽ അടിയോ ഉറപ്പാണ്. അപ്പോൾ പിന്നെ മുഖമൊക്കെ വീർപ്പിച്ച് അവിടെ ചെന്നിക്കും. അത് കാണുമ്പോഴത്തേക്കുള്ള അമ്മയുടെ ഒരു ഡയലോഗുണ്ട്, അതാണ് എനിക്ക് പറ്റാത്തത്. ഇതൊക്കെ നോക്കി പഠിച്ചാൽ നിനക്ക് കൊള്ളാം, നാളെ ഏതെങ്കിലും വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്. അത് കേൾക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത കലിയാണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ ദേഷ്യം വരും. എന്തോന്ന് പാചകം, ജീവിതമാണ് മുഖ്യം. ജീവിക്കാൻ ഇമ്മിണി ധൈര്യവും തൻ്റെ ഇടമൊക്കെ വേണം.